السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. വിശുദ്ധമായ വെള്ളി പ്രഭാതമാണ്. അല്ലാഹുവിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുത്താൻ പറ്റുന്ന ഒരു ദിവസമാണ്. ഈ ലോകത്ത് ഖൽക്കിനെ മൊത്തം ഇഷ്ടപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. സൃഷ്ടികളെ മൊത്തം ഇഷ്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് മാത്രമല്ല, മനുഷ്യന്മാരെ മൊത്തം ഇഷ്ടപ്പെടുത്താൻ കഴിഞ്ഞ ഒരാളും ഭൂമിയിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇനി മനുഷ്യന്മാരെ മൊത്തം വേണ്ട, നമ്മുടെ പഞ്ചായത്തില്, നമ്മളെ മഹലില്, നമ്മളെ കുടുംബത്തില്, പറയാം നമ്മളെ വീട്ടിലെല്ലാവരും ഇഷ്ടപ്പെടുത്താൻ കഴിയുന്ന ആളുകളും വളരെ കുറവാണ്. പക്ഷെ സൃഷ്ടാവായ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ എളുപ്പമാണ്. എത്രമാത്രം തെറ്റുകൂമ്പാരങ്ങളിൽ ആണ്ടുപോയ ആൾക്കും അള്ളാഹിന്റെ സ്വന്തം ആളായി മാറാൻ ഒരു മിനിറ്റ് മതി. അത്തായിബു ഹബീബുല്ലാഹ് നബിയുനാ റസൂലുള്ളാഹി. തെറ്റുകൂമ്പാരങ്ങളുടെ ഹിമാലയം കുന്നുകൂട്ടിയ ആളും പറ്റിപ്പോയല്ലോ എന്നൊരു ഖേദബോധം അള്ളാഹിന്റെ മുമ്പിൽ സമർപ്പിച്ചാൽ അവൻ ആരായി മാറിയെന്നാണ്? ഹബീബുല്ലാഹ്, അള്ളാഹിന്റെ സ്വന്തം മിത്രമായി മാറി എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ചയെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ ഇതാണ് ഊന്നി പറഞ്ഞത്, ഈ ഒരു കാര്യമാണ്. വെള്ളിയാഴ്ചയെ കുറിച്ചുള്ള ദീർഘമായ ഹദീസിൽ കാണാം, ഖൈറു യൗമിൻ ത്വലഅത് ഫീഹി ശംസു യൗമുൽ ജുമുഅ ഫീഹി ഖുലിഖ ആദം വഫീഹി ഉഹ്ബിത വഫീഹി തീബ അലൈഹി വഫീഹി മാത വഫീഹി തഖൂമു സ്സാഅ വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ മുസീഖ യൗമൽ ജുമുഅ حين تصبح حتى تطلع الشمس شفقا للساعة إلا الجن والإنس نبينا رسول الله. സൂര്യൻ ഉദിക്കുന്ന നാളുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നാള് വെള്ളിയാഴ്ച. ഖൈറു യൗമിൻ ത്വലഅത് ഫീഹി ശംസു യൗമുൽ ജുമുഅ. സൂര്യോദയം സംഭവിക്കുന്നതിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ദിവസം വെള്ളിയാഴ്ച. എന്നിട്ട് അതിന്റെ മഹത്വങ്ങളും അതിലെ സംഭവിച്ച കാര്യങ്ങൾ എണ്ണിട്ട് പറയാം. ഫീഹി ഖുലിഖ ആദം, അതിലാണ് ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത്. വഫീഹി ഉഹ്ബിത, ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന വെള്ളിയാഴ്ചയാണ്. വഫീഹി തീബ അലൈഹി, ആദം അലൈഹിസ്സലാം 300 കൊല്ലത്തോളം നിരന്തരമായി കരഞ്ഞു എന്നാണ്. നിരന്തരമായി നിതാന്തമായി ഹൃദയം പൊട്ടിക്കരഞ്ഞു. അവസാനം ആ ഹർജി അള്ളാഹു സ്വീകരിച്ചത് വെള്ളിയാഴ്ച. മാത്രമല്ല വഫീഹി മാത, ആദം അലൈഹിസ്സലാം വിടവാങ്ങിയതും വെള്ളിയാഴ്ചയാണ്. വഫീഹി തഖൂമു സ്സാഅ, അന്ത്യപ്രളയം സംഭവിക്കുന്നതും വെള്ളിയാഴ്ചയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ ഒരു സൃഷ്ടിയുമില്ല വെള്ളിയാഴ്ച കണ്ടായ പേടിയാണ്, ഇന്ന് ഖിയാമത്ത് നാളാവുന്നുള്ള പേടിയാണ്. ഇല്ലൽ ജിന്ന വൽ ഇൻസ്, മനുഷ്യരും ഭൂതവിഭാഗം ഒഴിച്ച് ഓൽക്കൊരു പേടിയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. ആ ദിവസം എല്ലാരും പേടിച്ച് വിറങ്ങലിക്കണ ദിവസമാണ്. മനുഷ്യന്മാർക്ക് പേടിയില്ല, അത് സ്വയം അതീതാണ്. മനുഷ്യന്മാർക്ക് പേടിയില്ല. പക്ഷെ പേടിയുള്ള കുറെ ആൾക്കാരുണ്ട്, ആ കൂട്ടത്തിൽ അല്ലാഹ് നമ്മളെ പെടുത്തട്ടെ. അവരെ ഓരോ ശ്വാസവും വെള്ളിയാഴ്ച ദറജയ്ക്ക് കാരണമാവും. ഓരോ ശ്വാസവും അവരിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും. ഈ സമയമാണോ ആ സമയം, ഈ സമയമാണോ ആ സമയം എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച കൈ ഉയർത്തിയാൽ അള്ളാഹ് ഉത്തരം തരും എന്ന് ഉറപ്പുള്ള ഒരു സമയമുണ്ട്. അത് 24 മണിക്കൂറിനിടയിൽ എപ്പോഴാന്ന് കൃത്യമായിട്ട് ഉറപ്പിക്കാൻ പറ്റൂല. രാവിലെ ആവാം, ഉച്ചക്കാവാം, ഖത്തീബ് മിമ്പറിൽ കയറുന്ന സമയത്താവാം, 2 ഖുതുബക്ക് ഇടയിലാവാം, അല്ല വെള്ളിയാഴ്ച അസറിന്റെ ശേഷമാവാം. വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാം. അപ്പോ ഇതാവും ആ സമയം വിചാരിച്ചിട്ട് മുഅ്മിനീങ്ങൾ ഇങ്ങനെ അള്ളാഹിനോട് മനം പൊട്ടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച. അതോടുകൂടി വെള്ളിയാഴ്ചക്ക് വലിയൊരു പ്രത്യേകത ഉണ്ട്. സുനൻ അബീ ദാവൂദിൽ കാണാം. അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു സിഹാവ് സിത്തയിലെ മഹാനായ ആളാണ്. സിഹാവ് സിത്തയിലെ പ്രധാനപ്പെട്ട ഒരു കിതാബ് രചിച്ച മഹാനാണ് അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു. അതിൽ കാണാം
വെള്ളിയാഴ്ച ആയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉമ്മത്തിൽപ്പെട്ട മെമ്പേഴ്സ് എവിടെയാണെങ്കിലും ഓരോ മെമ്പർമാരെ എവിടെയാണെങ്കിലും അവർ ചൊല്ലുന്ന സ്വലാത്ത് സലാമുകൾ പ്രത്യേകമായ രൂപത്തിൽ കൃത്യമായി എണ്ണ സഹിതം പേരും പറഞ്ഞ് ഇന്നാളാണ് ചൊല്ലിയത് എന്ന പേരും പറഞ്ഞ് അവർ ചൊല്ലിയതിന്റെ എണ്ണ സഹിതം ഹബീബിനെ കാണിക്കുകയും അറിയിക്കുകയും അങ്ങനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് നബിയുനാ റസൂലുള്ളാഹി. കൊണ്ട് മദീനയിലൊക്കെ പോയാൽ വെള്ളിയാഴ്ച സുബീഖന്നെ ജുമഅക്ക് പോണ ആളുകളുണ്ട്. സുബീൻ ജുമഅക്ക് ഒന്നായിട്ട് പോവാ, പിന്നെ ജുമഅ കഴിഞ്ഞിട്ട് വരുള്ളൂ. കാരണം എന്താണ്? ഇരുന്ന് ചൊല്ലുകയാണ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം, അല്ലെങ്കിൽ ഇബ്രാഹിമിയ സ്വലാത്ത്, അല്ലെങ്കിൽ ഫാത്തിമിയ സ്വലാത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഓരോ ആളുകളും ഓരോ രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന് ചൊല്ലിപ്പോരുന്ന സ്വലാത്തുകൾ ഇരുന്ന് ചൊല്ലുകയാണ്. കാർപ്പറ്റിൽ ഒരേ ഇരിപ്പാണ്. കാലിലേക്ക് നീരിറങ്ങുന്നവരുണ്ട്, മുട്ടിലേക്ക് നീരിറങ്ങുന്നവരുണ്ട്, ഊര ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. ചിലർ ചെറിയ ചെറിയ ചെയറിലിരിക്കുന്നു, ചിലർ താഴെയിരിക്കുന്നു, ചിലർ നിൽക്കുന്നു. ചില ആളുകൾ മണിക്കൂറുകളോളം സുജൂദിൽ കിടക്കുന്നു. മദീനയിൽ നിത്യ കാഴ്ചയാണ്. ഹബീബായ മുത്തായ മുസ്തഫാന്റെ പ്രണയത്തിന്റെ മടിത്തട്ടിലേക്ക് സ്വലാത്തുകൾ മഴത്തുള്ളി പോലെ വീഴുന്ന സന്ദർഭമാണ് വെള്ളിയാഴ്ച. എന്തുകൊണ്ട്? മഅറൂറത്തുൻ അലയ്യ, നിങ്ങൾ എവിടെയാണെങ്കിലും എന്റെ മേൽ ചൊല്ലുന്ന സ്വലാത്തുകൾ എന്റെ മേൽ കാണിക്കപ്പെടുന്നുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ മദീനയിൽ പോയ ഹദീസിന്റെ ക്ലാസ്സിൽ ഇരിക്കാറുണ്ട്. വലിയ വലിയ മഹാന്മാർ, പണ്ഡിതന്മാർ, ഹദീസിൽ കൃത്യമായ കാഴ്ചപ്പാടുള്ള വലിയ മദീനയിലെ പണ്ഡിതന്മാർ ക്ലാസ് എടുക്കുന്ന ഹൽക്കുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടം അതിന്റെ ബാക്കിൽ പോയിരിക്കാൻ. അപ്പൊ ഞാനൊരു ഹദീസിനെ കുറിച്ച് എണീറ്റ് ചോദിച്ചു. എനിക്ക് എതിർക്കോ എന്നുള്ള ഒരു രീതിയിൽ, അപ്പൊ എതിർക്കുകയാണെങ്കിൽ സനത് പറഞ്ഞു കൊടുക്കാന്ന് ചോദിച്ചിട്ട് ഞാൻ ചോദിക്കുന്നത്. ഞാൻ യാ ശൈഖ്, ഈ ഹദീസിനെ കുറിച്ച് നിങ്ങളെ കാഴ്ചപ്പാട് എന്താന്ന് ചോദിച്ചു. ചോദിക്കാനുള്ള അവസരമുണ്ട്. ഈ ഹദീസിനെ കുറിച്ച് നിങ്ങളെ കാഴ്ചപ്പാട് എന്താ വെച്ചു. എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്, നൂറുകണക്കിന് ആൾക്കാരിക്കല്ലേ. ഞാൻ ഈ തലകെട്ടും കെട്ടിയിട്ട് നീച്ചു ചോദിക്കല്ലേ. ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ട്, ഞാൻ അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. അതിന് ഹദീസിനെ കുറിച്ച് സഹീഹാണോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞു സഹീഹുൻ ഹഖ, സത്യമായിട്ട് അത് സഹീഹാണ്. ഈ സ്വലാത്ത് വെള്ളിയാഴ്ചയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽപ്പെട്ട ഓരോ ആളുകളും എവിടെ വെച്ചുകൊണ്ട് സ്വലാത്ത് ഇല്ലാലും അത് കാണുന്നുണ്ട് എന്നാണ്, അറിയണ്ടെന്ന് മാത്രമല്ല. മഅറൂലത്തുൻ, സ്ക്രീനിൽ ചിത്രങ്ങൾ പതിയെ കുറിച്ചാണ് മഅറൂല എന്ന് പറയാം. അപ്പോ നമുക്ക് വേഗം മനസ്സിലാക്കാം. നമ്മൾക്കിപ്പോ ലോകത്തെ എവിടെ എന്ത് സംഭവിക്കുകയാണെങ്കിലും സ്ക്രീൻ നോക്കിയാൽ ഇങ്ങനെ കാണാമല്ലോ. സുബ്ഹാനല്ലാഹ്, ഭൂമിന്റെ അടിയിലോ നടക്കുന്നുണ്ട്. ഏറ്റവും വലിയ ലൈവ് പ്രദർശനം നടക്കുന്ന സ്ഥലം റൗളയാണ്. അപ്പൊ ഈ വിഷയത്തിനെ കുറിച്ച് മദീനയിലെ വലിയ മുദരിസിനോടെ ഞാൻ ചോദിക്കണേ. അയാൾ പറഞ്ഞത് ശരിയാണ് എന്ന്. അപ്പൊ ഞാൻ വെറുതെ തട്ടി, എങ്ങനെ ഉണ്ടാവുക എന്ന് വെച്ച്, എന്റെ രൂപം എങ്ങനെയാന്ന് വെച്ച്. രൂപം പറയാൻ കഴിയില്ല. അപ്പൊ എന്നോട് അയാള് ചിരിച്ചിട്ട് വെച്ചു, രൂപം പറയാൻ കഴിയില്ലല്ലോ, അത് വൈബിയായ സംഗതികളല്ലേ, കൈഫിയത്ത് മജ്ഹൂല എന്ന് പറഞ്ഞു. എന്റെ രൂപം അറിയില്ല, സംഭവം നടക്കുന്നുണ്ട്. ഉറപ്പാണ്, ആർക്കും തർക്കമില്ല, സംഭവം നടക്കുന്നുണ്ട്. എവിടെ വെച്ചുകൊണ്ട് ചൊല്ലിയാലും റസൂലുള്ളാഹിക്ക് കിട്ടുന്നുണ്ട്. ധൈര്യമായിട്ട് ചൊല്ലിക്കൂടെ? മാമിൻ മുസ്ലിമിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി ഹത്താ റദ്ദ അലൈഹിസ്സലാം. സഹീഹ് ഹദീസാണ്. അങ്ങനെ തന്നെ പച്ചക്ക് പറഞ്ഞ ഹദീസാണ്. മാമിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമും ഇല്ല, യുസല്ലിമു അലയ്യ, എന്റെ മേൽ സലാം പറയുന്നുണ്ട്, ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി, അയാള് സലാം പറയുമ്പോ അള്ളാഹ് എന്റെ റൂഹ് എനിക്ക് മടക്കി തരുന്നുണ്ട് എന്ന്. ഞാൻ അവിടെ ഒന്ന് വിശദീകരിക്കാം. ഹത്താ, ഏതുവരെ? അറുദ്ദ അലൈഹിസ്സലാം. അപ്പൊ ആ സലാം എനിക്ക് കിട്ടിയിട്ട് ആ മുഅ്മിനായ മനുഷ്യനിക്ക് ഞാൻ സലാം റൗളി കിടന്നിട്ട് മടക്കും എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ഹദീസ് ലോകത്തൊരു വ്യക്തിക്കും ചോദ്യം ചെയ്യാൻ പറ്റൂല. സനദ് സഹിയാണ്. സനദ് എനിക്കറിയാം, സനദ് സഹിയാണ്. പിന്നെ അവിടെ സംശയം വരുന്നത്, അപ്പൊ അല്ലാഹു തആല എനിക്ക് റൂഹ് ഇട്ടേരും സലാം മടക്കാനായിട്ട്, അങ്ങനെ ഒരു അർത്ഥം വെച്ചാണ് ചില ആൾക്കാർ വഷളാക്കലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് റൗളയിൽ ശബ്ദം മുഴങ്ങാത്ത ഒരു സമയം എപ്പോഴാണുള്ളത്? അപ്പൊ റൂഹ് മടക്കാൻ സമയമുണ്ടോ?
റൗളയിലുള്ളവർ മാത്രമല്ലല്ലോ, മാ ബൈന ബൈത്തി വ മിമ്പരി റൗളത്തും മിൻ റിയാദുൽ ജന്ന, അതിലിരിക്കുന്ന ആളുകളോ മദീന പള്ളിയിൽ ഇരിക്കുന്ന ആളുകളോ മദീന പ്രദേശത്തിരിക്കുന്ന ആളുകളോ മാത്രമല്ലല്ലോ. ഭൂമി ഉരുണ്ടതാണ്, എല്ലാവർക്കും അറിയാം, ഗോളശാസ്ത്രം പഠിച്ചാൽ അറിയാമല്ലോ അത്. അപ്പൊ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് അത്തയ്യാത്തിൽ പറയാത്ത ഒരു വഖത്ത് ഈ ലോകത്ത് ഏതാ ഉള്ളത്? 24 മണിക്കൂറിനിടയിൽ ഒരു സെക്കൻഡ് ഏതാ ഉള്ളത്? അപ്പൊ പിന്നെ തിരിച്ച് റൂഹിനെ അള്ളാഹു താലാക്ക് എടുക്കാൻ സമയമുണ്ടോ? അത് അങ്ങനെ തന്നെ അർത്ഥം വെച്ചാൽ. അപ്പൊ എന്താണ് ആ പറഞ്ഞതിന്റെ പൊരുള്? അത് മഹാന്മാർ കൈകാര്യം ചെയ്യുന്നു. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങൾ പറയുന്നു, ഇസ്മായിലുൽ ഹഖി തങ്ങൾ പറയുന്നു, ഇമാം റാസി റളിയല്ലാഹു പറയുന്നു. അതിന്റെ അർത്ഥം അബ്ഖല്ലാഹു ഫിയ ശുഊരി എന്നാണ്. എന്ന് പറഞ്ഞാൽ റൗളയിൽ ഞാൻ കിടക്കുന്നത് നിങ്ങൾ എവിടുന്ന് എനിക്ക് സലാത്ത് സലാം ഇല്ലാലും അത് കൃത്യമായി ബോധതലത്തിൽ കിട്ടി മനസ്സിലാക്കാൻ പറ്റുന്ന പരിശുദ്ധമായ പരുവത്തിലാണ് എന്റെ റൗളയിലെ താമസം എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹദീസാണ്. അതുകൊണ്ടാണ് ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണ് ഇബ്നുൽ ഖയ്യിം. അദ്ദേഹത്തിന്റെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്, പ്രൗഢമായ ഗ്രന്ഥമാണ്, പലതും എന്റെ കയ്യിൽ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അതിലൊരു ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അർ-റൂഹ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ജീവിതത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഓ ഹയ്യും ഫീ ഖബരിഹി, അവിടുന്ന് ഖബറിൽ ജീവിച്ചിരിക്കുന്ന ആളാണ് എന്ന് ഇബ്നുൽ ഖയ്യിം. അദ്ദേഹം ഇബ്നു തൈമിയ്യയുടെ ശിഷ്യൻ കൂടിയാ. യാ അല്ലാഹ്, ധൈര്യമായിട്ട് എവിടുന്നും സലാത്ത് നമ്മളില്ല. അത് മദീനയിലാവുമ്പോ വികാരങ്ങൾ വർദ്ധിക്കുകയാണ്, കൽബ് തളരുകയാണ്. മദീനയിലെ കൊടകൾക്കടിയിലൂടെ എത്ര വലിയ ശക്തമായ ഉഷ്ണ സമയത്തും കാലിൽ ചൂട് കയറാത്ത മാർബിൾ കട്ടകൾക്ക് മുകളിലൂടെ നടക്കുമ്പോൾ അറിയാതെ ജലാന്ത്രമായ കണ്ണോടെ ഇടറിയ തൊണ്ടയോടെ പറയുകയാണ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. പ്രണയത്തിന്റെ കൽബുമായി, സ്നേഹത്തിന്റെ കണ്ണുമായി, വികാരത്തിന്റെ മനസ്സുമായി, ചരിത്രങ്ങളുടെ ബോധവുമായി മദീനയിലെ ഓരോ പള്ളികൾക്കിടയിലൂടെ നടക്കുമ്പോൾ ശരീരം കോരിത്തരിക്കുകയാണ്. അത് മസ്ജിദ് അബീബക്കറാണെങ്കിൽ, ഇത് മസ്ജിദ് ആയിഷയാണെങ്കിൽ, അത് മസ്ജിദുൽ ഉമാമയാണെങ്കിൽ, ഇത് മസ്ജിദു സജദയാണെങ്കിൽ എന്തൊരു രസമാണ്. മസ്ജിദുൽ ബുഖാരിയുടെ നേരെ എതിർഭാഗത്തിലൂടെ കടന്നുപോയാൽ, ഏതാനും അടികൾ മുന്നോട്ട് പോയാൽ അവിടെ ഒരു പള്ളിയുണ്ട്. അത് മസ്ജിദു അബീ ദർറിൽ ഗിഫാരിയുടെ പള്ളിയാണ്. അബൂദറുൽ ഗിഫാരിയുടെ പേരിൽ സ്ഥാപിതമായ പള്ളിയാണ്. ഇപ്പോൾ പോയാൽ അവിടെയെല്ലാം അടവാണ്. ഞാൻ അടച്ച സ്ഥലത്ത് പിറകെ നിന്നുകൊണ്ട് ഒരുപാട് ആ പള്ളിയുടെ സ്ഥലത്തേക്ക് നോക്കി. എന്താണ് ആ പള്ളിയുടെ പ്രത്യേകത? ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ മസ്ജിദുൻ നബവിയിൽ നിന്നിറങ്ങി ആ സ്ഥലത്ത് പോയി സുജൂദിൽ കിടക്കുകയാണ്. സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല, ദീർഘമായ സമയം സുജൂദിലാണ്. പിന്നാലെ വന്ന അബൂദർ പേടിച്ചുപോയി, അല്ലാഹുവിന്റെ റസൂൽ സുജൂദിലായി വിട വാങ്ങിയോ എന്ന് പേടിയോടെ പിന്നിൽ അബൂദറുൽ ഗിഫാരി നിൽക്കുകയാണ്. കുറെ കഴിഞ്ഞുകൊണ്ട് സുജൂദിൽ നിന്ന് നെറ്റി വർത്തിയിട്ട് പിറകിലുള്ള ശിഷ്യനായ അബൂദറിനെ നോക്കി പറഞ്ഞു, അബൂദർ നിങ്ങൾ പേടിച്ചോ? അബൂദർ സന്തോഷത്തോടെ, ഒരു ഭീതിയുടെ ശേഷം വന്ന സന്തോഷത്തിൽ കണ്ണീർ തുടച്ചുകൊണ്ട് പറഞ്ഞു, നബിയേ അങ്ങ് സുജൂദിൽ വിട വാങ്ങി എന്നൊരു പേടി എനിക്ക് വന്നു. അബൂദറെ, ഞാൻ ദീർഘമായി പടച്ചവന് ശുക്രിന്റെ സുജൂദ് ചെയ്തതാണ്. കാരണം ജിബ്രീൽ എന്റെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, മൻ സല്ല അലൈക വാഹിദ സല്ലല്ലാഹു അലൈഹി അശറ, അങ്ങയുടെ മേൽ ഉമ്മത്തിൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ആ ചൊല്ലിയവന് പടച്ചവൻ 10 റഹ്മത്ത് അപ്പോൾ തന്നെ കൊടുക്കുന്നതാണ് നബിയേ എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞപ്പോൾ, സ്വലാത്ത് കൊണ്ട് എന്റെ ഉമ്മത്തിലെ എത്ര ലക്ഷങ്ങളാണ് നാളെ രക്ഷപ്പെടുക. അതിനുള്ള സൗഭാഗ്യ സംവിധാനം പടച്ചവൻ അവന്റെ ഔദാര്യം കൊണ്ട് തുറന്നു തന്നല്ലോ എന്ന് ചിന്ത വന്നപ്പോൾ ഞാൻ ദീർഘമായി ശുക്രിന്റെ സുജൂദിൽ കടന്നതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. പലരും പോവാത്ത പള്ളിയാണ്, പക്ഷെ ഈ ചരിത്രം അറിയുന്ന ആളുകൾ ആ പള്ളീനെ ചുറ്റിപ്പറ്റി. ഞാൻ ഒരുപാട് മണിക്കൂറുകൾ ഇരിക്കുന്ന ഒരു പള്ളിയാണ്, കൊച്ചു പള്ളിയാണ്. പക്ഷെ അതിന്റെ ഉള്ളിൽ കയറിയാൽ ഉണ്ടാകുന്ന സമാധാനം വാക്കുകൊണ്ട് പറയാൻ കഴിയുന്നല്ല. അതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഓതോർത്ത് ഇങ്ങനെ ഇരുന്നാൽ മനസ്സിക്ക് കയറുന്ന ഒരു തരിപ്പുണ്ട്. യാ അല്ലാഹ്, യാ അല്ലാഹ്, വല്ലാത്ത തരിപ്പാണ്. പോണ ആൾക്കാരൊക്കെ ഒന്ന് അതിന്റെ ഉള്ളിൽ പോയിരിക്കണം, ഭയങ്കര രസമാണ്. അള്ളാഹു പലവട്ടം പോകാൻ തൗഫീഖ് ചെയ്യട്ടെ.
അള്ളാഹു നമ്മളെല്ലാം മദീനന്റെ ആളുകളാവട്ടെ. ഈ മജ്‌ലിസ് കൊണ്ട് എനിക്ക് വലിയ സുഖം കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ സാധാരണ മദീനയിൽ പോയി വന്നാൽ ഞാൻ കുറച്ച് ദിവസം ഒരു തരിപ്പിൽ ഇങ്ങനെ ആളുകളിൽ നിന്ന് വെടിഞ്ഞിക്കുന്ന സമയമാണ്. വാതിനൊന്നും പോവില്ല, എന്തോന്നാലും വേണ്ടി വരും. ഇപ്രാവശ്യം ഞാൻ ഇവിടുന്ന് പ്രത്യേകം എന്തുമായിരുന്നു, എന്നെ അങ്ങനെ ആക്കല്ല റബ്ബേ, എന്റെ ദഅവത്ത് മുടക്കല്ല റബ്ബേ എന്ന് എന്തുമായിരുന്നു. നിങ്ങളെല്ലാവരും ആമീൻ പറഞ്ഞു. അതിന്റെ ഇജാബത്തിന്റെ ഒരു കൂവത്താണ് ഇപ്പൊ എനിക്കുള്ളത്. അങ്ങനെയാണ് ഇവിടുന്ന് മജ്‌ലിസിന് എന്തുമായിരുന്ന ഉത്തരം കിട്ടും, ഉറപ്പാണ്. അള്ളാഹു നമ്മുടെ മനസ്സുകൾക്കൊക്കെ ശക്തി പ്രദാനം ചെയ്യട്ടെ, ഹിമ്മത്ത് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഉടഞ്ഞു വീഴുന്നതിനെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബാധ്യതകൾ പൂർത്തിയാക്കാതെ ഉടഞ്ഞു വീഴുന്നതിനെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. വീരാങ്കാന്റെ പേരിലും രായങ്കാന്റെ പേരിലും ദ്വാരക്കാൻ വേണ്ടി ചീരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. വീരാങ്ക കുറെ നേരത്തെ ഒഫാത്തായ ആളാണ്. രായങ്കപ്പെടുത്താൻ തോന്നുന്നുണ്ടല്ലേ? അങ്ങനെയല്ലേ ഉള്ളത്? നിങ്ങൾക്ക് അറിയോ വീരാങ്കാരെ? കുറച്ചോര് നാട്ടുകാർ നിങ്ങൾക്ക് അറിയില്ലേ? എന്നോട് ഇങ്ങോട്ട് വരുമ്പോ പറഞ്ഞാണ്, മൂപ്പര വാപ്പയാണ് വീരാങ്ക അല്ലേ, രായങ്ക. മൂപ്പരാണ് ചീരിഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങക്കൊന്നും വീരാങ്കാനെ അറിയില്ല? യാ അല്ലാ, എന്താ നാട്ടുകാരറിയില്ല? ഇവിടെ അല്ലേ? നിങ്ങള് പറയട്ടെ, ഞാൻ അറിയാത്ത. ശരി, ഞാൻ അറിയില്ലല്ലോ. ഞാനീ മാലിന്യാന്ന് വെച്ച് പറഞ്ഞല്ലോ, സോറി കേട്ടോ. അപ്പൊ ചെമ്പ്രയാണ് എന്നാ പറയും, ഞാൻ അറിയില്ല കേട്ടോ. എന്നാലും അൽഹംദുലില്ല അദ്ദേഹം ഇവിടെ മജ്‌ലിസിൽ ചീരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഏതായാലും വീരാങ്കാക്കും രായങ്കാക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യും. പിന്നെ അദ്ദേഹം വിശാല മനസ്കത കൊണ്ട് വേറൊരു കാര്യം കൂട്ടിച്ചേർത്തു, മരിച്ച എല്ലാ മുഅ്മിനീങ്ങൾക്കും. അത് ചില ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന തൗഫീഖാണ്. എല്ലാവരും രക്ഷപ്പെടട്ടെ എന്റെ നെയ്യപ്പം കൊണ്ട്. എന്റെ ഈ ചായ എല്ലാവർക്കും അങ്ങനെയല്ല, എല്ലാവർക്കും എത്തും. നാളെ ഒരാളിനോട് പറഞ്ഞ് ആകെ ഒരു യാസീനുണ്ട് 15 ആൾക്കാരുണ്ട്, ഞാൻ എന്താ ഇട്ടുക? അത് അറിയാത്തോണ്ട, ദീനറിയാത്തോണ്ട. അപ്പൊ ഞാൻ അയാൾക്ക് തിരിച്ചൊരു മറുപടി കൊടുത്തു. നമ്മളൊരു പുസ്തകം, ഒരു നോട്ടീസ് പ്രസ് കൊണ്ടെടുത്താൽ എത്ര പിന്റെ എടുക്കാൻ പറ്റുമെന്ന് വെച്ചു, എത്ര നയിന്ന് എടുക്കാൻ പറ്റുമെന്ന് വെച്ചു. എത്ര എടുക്കാറ്, എത്ര എടുത്താലും ആദ്യത്തേന് വലിയ കുഴപ്പം പറ്റുമെന്ന് വെച്ചില്ല. ഇതിപ്പോ ഞമ്മക്ക് പറ്റെങ്കിൽ അള്ളാഹ് അതിനേക്കാളും പറ്റൂല. ഒറ്റ യാസീന്, അതുകൊണ്ട് എത്ര എടുക്കും? അതുകൊണ്ട് ആദ്യം കൊടുത്തതിന് ഒരു പ്രശ്നമൊട്ടും ഇല്ലേനു. അപ്പൊ അയാൾക്ക് മനസ്സിലായത് നിങ്ങളെ ഉദാഹരണം വളരെ ഫിറ്റാന്നാണ്. ഞാൻ ഫിറ്റാതെ ഞാൻ പറയുള്ളൂ എന്നും പറഞ്ഞു. അപ്പൊ ഇതൊന്നും ഇപ്പൊ നമുക്കില്ല, എല്ലാവർക്കും കൊടുത്താലും നമുക്കൊരു പേടി. പഠിച്ചോനെ അവസാനം ഇപ്പൊ ഞാൻ കരുതിയ ആൾക്ക് കുറയുമെന്ന് ഒന്നും കുറയില്ല. ഒക്കെ അള്ളാഹ് അതിന്റെ സംവിധാനമൊക്കെ അറിയാം. അതുകൊണ്ട് അള്ളാഹു തആല എല്ലാ മുഅ്മിനീങ്ങൾക്കും അദ്ദേഹത്തിന്റെ ചീരിനിന്റെ സവാബ് അള്ളാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വാപ്പാക്കും അമ്മോനും അഭിനങ്ങൾ പറഞ്ഞ് അമ്മോനും അള്ളാഹു തആല അവരുടെ ഖബറുകൾ സന്തോഷമായി കൊടുക്കട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റുഭാഗത്തൊക്കെ കിടക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് എല്ലാവർക്കും അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ. ഇപ്പോഴാണ് മനുഷ്യന്റെ ജീവിതം അവസാനിക്കാറില്ല. എയർപോർട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേ, ഈ യാത്രയിലില്ല, നേരെ മുമ്പത്തെ യാത്രയിൽ എയർപോർട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ക്യൂ ആയിട്ട് നിൽക്കല്ലേ, പെട്ടെന്നൊരു ശബ്ദം കേട്ടു, അപ്പുറത്ത് ക്യൂ. നോക്കുമ്പോൾ ചെറുപ്പക്കാരൻ വീണതാണ്, അവിടെ കിടന്ന് മരിച്ചു. 2 കൊല്ലം മുമ്പ് കുവൈത്തിലെത്തിയതാണ്, തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കണ ആ സമയത്ത് നമുക്കുണ്ട് ഒരു ക്യൂ നിൽക്കല്. വല്ലാത്ത ചിന്തകളായിരിക്കും, പ്രതീക്ഷകൾ. ഭാര്യനെ കാണാം, കുട്ടികളെ കാണാം, അമ്മാനെ കാണാം. അവിടുന്നാണ് ഞെട്ടറ്റ് വീണ്. സമയം അതാണ്. എപ്പോഴാണ് സമയം എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നന്നായിട്ട് വെള്ളിയാഴ്ചക്ക് ഉപയോഗപ്പെടുത്തി ഒരുങ്ങാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഇന്ന് ക്ലാസ് എടുത്തില്ല, സൂറത്തുൽ കഹ്ഫിന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ മുതൽ തുടരും. ഇന്ന് മദീനയെ കുറിച്ച് ഇങ്ങനെ പറയാം. മഹബത്ത് എന്ന് പറഞ്ഞാൽ പാടലുമാണ്, അപ്പൊ ഒരു പാട്ട് പാടിയതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മക്ക മദീനന്റെ ആളുകളാക്കട്ടെ നമ്മള്. അള്ളാഹു മക്ക മദീനന്റെ ആളുകളാകട്ടെ. രണ്ടും അള്ളാഹു ബഹുമാനിച്ച അള്ളാഹുവിന്റെ അടയാളങ്ങളാണ്, ബിംബങ്ങളല്ല. ഒരിക്കലും ബിംബങ്ങളല്ല. അങ്ങനെ ഒരാൾ നാള് പറഞ്ഞു, ജബ്ബാർ മാഷ്, നിങ്ങളല്ലേ പിന്നെ ബിംബത്തിനെ പൂജിക്കണില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ കാബ വിഗ്രഹല്ലേ എന്ന് വെച്ചു. കാബ വിഗ്രഹാണോ? അടയാളം എന്നാ ഖുർആൻ പറഞ്ഞത്, വിഗ്രഹാണെന്നല്ല. ദേശീയപാത ഉണ്ട്, നമ്മുടെ ഈ പതാക ഉണ്ട്, ദേശീയ പതാക. ദേശീയ പതാക പിടിച്ചിട്ട് ഇന്ത്യന്റെ വിഗ്രഹം എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. പക്ഷെ ദേശീയ പതാകയെ അങ്ങേറ്റം ബഹുമാനിക്കും. ആരെങ്കിലും അതിനെ കീറി മുറിച്ചാൽ അവൻ ജയിലിലാണ്. എല്ലാ കൊടിയും പോലെ അല്ല അത്. ആ പതാക പക്ഷെ ഇന്ത്യന്റെ വിഗ്രഹം എന്ന് ആരെങ്കിലും പറയാം? ഇല്ലല്ലോ. ഇന്നപോലെ വിഗ്രഹങ്ങളല്ല, പടച്ചോൻ കൃത്യമായി ബഹുമാനിച്ച് മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് സമർപ്പിച്ച അടയാളങ്ങളാണ്. അതാണ് വിശുദ്ധ കഅബ. ബുദ്ധിയില്ലാത്ത അള്ളാന്റെ
കിബില. എന്നാൽ ബുദ്ധിയുള്ള അടയാളമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് മനുഷ്യന്റെ ലക്ഷ്യമാണ്, അത് വാദമാണ്, അത് അടിസ്ഥാന തിയറിയാണ്, സിദ്ധാന്തമാണ്. അവിടെ തന്നെ ചേർത്തി കൊടുത്ത് പറഞ്ഞതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് ആ ലക്ഷ്യത്തിന്റെ കൃത്യമായ പ്രൂഫാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഹബീബ നബിയിലേക്കും കഅബയിലേക്കും പലതവണ യാത്ര ചെയ്യാൻ ആയുസ്സിൽ അവസരം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 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 അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. പിന്നെ ആ ചീനിയോടുകൂടെ 2-3 ഈത്തപ്പഴം എല്ലാവർക്കും ഉണ്ടാവും. എന്താ വെച്ചാല് ഞാൻ അവിടുന്ന് ഒന്നും വാങ്ങിയിട്ടില്ല. ഞാൻ ഹാൻഡ് ബാഗ് ആയിട്ടാണ് പോയി. അതില് എന്റെ 1-2 ഡ്രസ്സും കിതാബും ഉണ്ടാവും. ആ ഹാൻഡ് ബാഗ് ആയിട്ട് അങ്ങോട്ട് തിരിച്ചു വന്നു. അങ്ങാടിക്ക് കയറിയാലല്ലേ സാധനം വാങ്ങാൻ പറ്റുള്ളൂ. ഇതെല്ലാം അങ്ങനല്ലേ. ഈത്തപ്പഴം മസ്ജിദ് നബവിന്റെ ഉള്ളിൽ നിന്ന് കിട്ടൂലല്ലോ, അവിടുന്ന് കിട്ടുന്നത് തിന്നാനാണ്. അതിന് എന്റെ മുമ്പിൽ ഒരു കിറ്റ് കൊടുന്ന് വെച്ച് മഗ്‌രിബിന്റെ സമയത്ത്. ഒരു വലിയ അറബിയാണ്, എല്ലാവർക്കും കൊടുക്കുന്ന കൂട്ടത്തിൽ എനിക്കും തന്നു കേട്ടോ. എനിക്ക് മാത്രം കൊടുക്കുന്ന ഒന്നല്ല, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ എനിക്കും തന്നു. ബൈമ ലിഫ്താരി സായിം എന്നാണ്, നോമ്പറക്കാനുള്ളതാണ്. എനിക്കൊട്ട് നോമ്പില്ല, ചൊവ്വാഴ്ച നോമ്പില്ല. അപ്പൊ ഞാൻ പറഞ്ഞേ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. എന്തേന്ന് വെച്ച് ലസ്തു ബി സായിമിൻ, ഞാൻ നോമ്പുകാരനല്ല. അപ്പൊ എന്നോട് അയാൾ ചിരിച്ചിട്ട് പറഞ്ഞു കൂൽ മാഫി മുഷ്കിൽ, തിന്നോട് ഒരു പ്രശ്നമില്ല, ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കും, സ്റ്റിക്കർ നോക്കണ്ടെന്ന് പറഞ്ഞു. എല്ലാവർക്കും ഞങ്ങൾ എന്താ അത് എല്ലാവർക്കും എന്നും കൊടുക്കുന്നാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, എത്ര റുപ്യോ നിങ്ങൾ നോക്കാണ്. മസ്ജിദ് നബിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരു കിറ്റ് ഈത്തപ്പഴവും ആയിക്കൂടി കാവിയുണ്ട് അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാനായിരിക്കണ സമയത്ത് ഏകദേശം ഞാനിങ്ങനെ നോക്കണോട് തന്നെ ഒരു 10-30,000 ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ കൊടുക്കണത്. എന്നിട്ട് എന്നോട് മുമ്പൊന്ന് വിശദീകരിച്ചു, തിങ്കളും വ്യാഴം ഈ ഹറമിലുള്ള എല്ലാവർക്കും ഞങ്ങൾ കൊടുക്കും, ചൊവ്വ മറ്റുള്ള ദിവസങ്ങളിൽ ഇവിടെ ഇങ്ങനെയുള്ള പള്ളീന്റെ ഉള്ളിൽ കയറി എല്ലാവർക്കും കൊടുക്കും, അല്ലെങ്കിൽ പുറത്തുള്ളവർക്കും കൊടുക്കും എന്ന് പറഞ്ഞു. എന്താണ് അവരൊക്കെ ഹദിയാന്ന് പറയുന്നത്. അപ്പൊ ഈ തിന്ന ഒരു പ്രശ്നമില്ല. അപ്പോഴേ ഞാൻ തിന്ന്. അപ്പൊ ഞാനൊന്നും വാങ്ങിയിട്ടില്ല. പക്ഷെ എന്നെ അവിടെ കൊണ്ടെടുക്കുന്ന ഒരാളുണ്ട്. ഞാൻ പോകണമെന്ന് അദ്ദേഹത്തിനോട് പറയില്ല, അദ്ദേഹത്തിന് ഞാൻ ദ്വാരക്കണം, അത് കടമയായതുകൊണ്ടാണ്. അബു യാസി എന്ന് പറയും. ഞാൻ ആദ്യമായി അദ്ദേഹത്തിനെ കണ്ടുമുട്ടിയത് ഏകദേശം 4 കൊല്ലം മുമ്പാണ്. ഒരു ടാക്സിക്കാരൻ എന്നൊക്കെ വിളിച്ചതാണ്. വിളിച്ചിന്റെ കൂടെ 2 മണിക്കൂർ യാത്ര ചെയ്തപ്പോ പിന്നെ മൂപ്പരെന്നെ പിരിഞ്ഞില്ല. അള്ളാഹു ആലം. പിന്നെ മൂപ്പരപ്പത്തെ പണി ഞാൻ എപ്പോഴാ കയറണമെന്ന് നമ്മളെ കുട്ടികളോടൊക്കെ അങ്ങനെ ചോദിച്ചറിഞ്ഞിട്ട് ഇപ്പൊ ആ ഡേറ്റ് ഇങ്ങനെ ഇപ്പൊ ഈ പ്രാവശ്യം തന്നെ എന്റെ ഡേറ്റ് 4 ദിവസം. ആ 4 ദിവസം ആ മനുഷ്യന് ഒരു ജോലി ഏൽക്കൂല. ഭാര്യയും കുട്ടികളൊക്കെ അവിടെ ഉണ്ട്, ഒരു ജോലി ഏൽക്കൂല. എന്റെ കൂടെ തന്നെ ഖിദ്മത്തിനുണ്ടാവും. അപ്പൊ അയാള് ഇങ്ങോട്ട് കയറ്റി ഒരു ചെറിയ പെട്ടി കയറ്റി അയച്ചിരുന്നു. അത് എന്താന്നുള്ളത് എന്നോട് പറയരുത് എന്ന് കൊടുത്തേൽപ്പിക്കുന്ന ആളോട് പറഞ്ഞു, കരിപ്പൂർ എയർപോർട്ടിൽ എത്തിയിട്ട് ഉസ്താദിന്റെ കാറിൽ വെക്കുമ്പോ മാത്രം ഞാൻ തന്നാന്ന് പറയാം, അതിന്റെ ഇടയിൽ ഒന്നും പറയരുത്. അപ്പൊ എന്താന്ന് എനിക്കറിയില്ല. അത് വെച്ചിട്ട് ഞങ്ങളോട് ഇന്നലെ എന്താ ഒരു ചെറിയ പെട്ടിന്റെ മുട്ടായി ഞാൻ തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇന്നലെ രാത്രി എന്റെ മോള് ഇഫ്ള് കോളേജിൽ നിന്ന് വന്ന് അപ്പൊ ഓളെ മുമ്പിൽ തുറന്നു നോക്കുമ്പോ അതിൽ കുറെ അജിവി ഉണ്ട്, മറ്റേ ഈത്തപ്പഴമൊക്കെ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി തരുമ്പോ ഓരോ കിലോ ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഉറപ്പല്ലോ ഇപ്പൊ അല്ലേ? അതുണ്ടാവോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈത്തപ്പഴ കച്ചവടം നടത്താൻ. അപ്പൊ ഞാൻ കുട്ടികളോട് പറഞ്ഞ ആ പെട്ടി പൊളിക്കേ, ആ കവർ, എന്നിട്ട് സാസ് നോക്കിയിട്ട് അതിൽ പറ്റുന്ന രീതിയിൽ 2-3 ഓരോ ചൊള തരാണ്ടാവുള്ളൂ. അതന്നെ 1.5 പെട്ടി ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി തരുമ്പോ. അപ്പൊ കിട്ടിയത് കൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയാം. ഇങ്ങനെയാണെങ്കിൽ മുമ്പ് തരാൻ നിൽക്കണമെന്ന് പറയാൻ നിൽക്കരുത്, മനസ്സിലായില്ലേ? ബർക്കത്തിന് വേണ്ടിയിട്ട് അവിടുന്ന് കൊടുക്കുന്നില്ല. ഈ ആദ്യ സൈസാണെങ്കിൽ തരാൻ നിൽക്കണ. പണ്ടൊരാള് പറഞ്ഞില്ലേ, കുപ്പായടിക്കാൻ വേണ്ടി ശീല എല്ലാവർക്കും കൊടുത്തു ഒരാളെ. അപ്പൊ ആ ശീല വാങ്ങിയിട്ട് മര്യാദക്ക് അടിച്ചാൽ മതി. പിന്നെ റോഡ് സൈഡിൽ നിന്നിട്ട് 1-2 ആൾ വരാണല്ലോ, ഇത് അടിക്കാനുള്ള പൈസ അവന്റെ വാപ്പ വരുവാണ്. നോക്കാൻ നിങ്ങൾ മനുഷ്യന്മാരുടെ അവസ്ഥ അതല്ലേ. അപ്പൊ നിങ്ങൾ ആരും അങ്ങനെ ചിന്തിക്കുന്നല്ലോ. അല്ല, ആ കുപ്പാശയിൽ ഇട്ടിട്ട് ഒരു കുപ്പായ അടിച്ചാൽ പോരെ? അത് കയ്യെ പിടിച്ചിട്ട് പറയാണല്ലോ, ഇത് അടിക്കാനുള്ള പൈസ എന്റെ വാപ്പ തരുമെന്ന്.
എന്താ ആൾക്കാരുടെ അവസ്ഥ നോക്കാണ്. നമ്മളെ ഈ നാട്ടിലൊന്നല്ല കേട്ടോ, ഇവിടുന്ന് വരും കുറെ പോണോ, ഇവിടുത്തെ അതല്ല ഞാൻ പറഞ്ഞു. അപ്പൊ അത് കിട്ടിയാല് ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു ചൊള തരാൻ നിക്കണോന്ന് വെക്കരുത്, മനസ്സിലായില്ലേ? അപ്പൊ അത് കിട്ടിയ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും കൂടി അത്രേ ഉണ്ടാവുള്ളൂ. അല്ല പിന്നെ കുട്ടികൾക്ക് സ്പെഷ്യൽ വേറെ കൊടുക്കണില്ല, പിന്നെ ഉണ്ടാവില്ല. പിന്നെ നമ്മള് സ്പെഷ്യലായിട്ട് കവർ കൊടുക്കേണ്ട ആൾക്കാരൊക്കെ എനിക്കറിയാം. അവരൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് എന്നെ സ്നേഹിക്കുന്നതും സേവിക്കുന്നതും സഹായിക്കുന്നതും. അത് ഞാൻ അവിടുന്ന് നന്നായിട്ട് ദ്വാരുന്നിട്ടുണ്ട്, അത്രയും നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹ് അതൊന്നും എല്ലാവർക്കും കൊടുക്കും. ഇവിടെ അല്ല, ഇവിടെ പങ്കെടുത്ത എവിടെ അല്ല, അതല്ല പറഞ്ഞു ഏൽപ്പിച്ച ആളുണ്ടല്ലോ. എന്റെ കൂടെ വേറെ ആരും ഇല്ലേ ഇത് സഹായിക്കാൻ? അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒക്കെ കബൂലാക്കട്ടെ. അതിനുവേണ്ടി എനിക്ക് കൽബ് പറിച്ച് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ മദീനയിലുണ്ട്. ഒരു അറബിയുണ്ട്, അൻസാരിയ. പ്രാവശ്യം ഞാൻ അദ്ദേഹത്തിനെ കണ്ടില്ല. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരുത്തണ്ടെന്ന് പറഞ്ഞു. സാധാരണ ഞാൻ വന്നാൽ അദ്ദേഹം ചെയ്യലെന്താ വെച്ചാല് എന്റെ റൂമിൽ എന്ത് വാതിൽ മുട്ടും, തുറന്നു നോക്കുമ്പോ ഇയാളായിരിക്കും. അൻസാരിയാണ്, അറബിയാണ്, അൻസാരിയാണ്. പിടിച്ചിട്ട് തലൽ ബദറൊക്കെ പാടും. പ്രാവശ്യം ഞാൻ ഇയാളോട് ഒരു മലയാളിനോട് പറഞ്ഞു, ഞാൻ വന്ന വിവരം അദ്ദേഹത്തിന് അറിയിക്കണ്ട എന്ന് പറഞ്ഞു. അയാൾ വെച്ച് എന്തെന്ന് വെച്ചു, ഇപ്പൊ വേണ്ട, അറിയിക്കണ്ട, അറിയിച്ചാൽ എനിക്ക് പൊരുത്തമില്ല എന്ന് പറഞ്ഞു. അതിന് ചില കാരണങ്ങളുണ്ട്. അത് അദ്ദേഹം ജോലി ഒഴിവാക്കും, അതുകൊണ്ടാണ്. അത് ഈത്തപ്പഴ കച്ചവടം നടത്തുന്ന ആളാണ്, അങ്ങനെ ജീവിക്കണം. വലിയ മുതലാളിയൊന്നല്ല, ഈത്തപ്പഴ കച്ചവടം നടത്തിയിട്ട് ജീവിക്കുന്ന ആളാണ്. നമുക്ക് വേണ്ടിയിട്ട് 4 ദിവസം അദ്ദേഹം ജോലി ഒഴിവാക്കിയ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അങ്ങനെ അവിടെ എത്തിയാലും കൊണ്ടടക്കണ കുറെ ആളുകളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു തആല ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. ഇവിടുന്ന് പോകുമ്പോഴും സന്തോഷിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. ഈ സദസ്സ് അല്ലാഹു കബൂലാക്കി തരട്ടെ. ഈ സദസ്സ് അല്ലാഹു നാളെ സ്വർഗത്തിൽ ഇരിക്കാൻ കാരണമായി സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാ സയ്യാത്തും അല്ലാഹു ഹസനാത്താക്കി തബ്ദീൽ ചെയ്യട്ടെ. ഒരു ചെറിയ കുട്ടിക്ക് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു ശിഫയായി കൊടുക്കട്ടെ. അതുപോലെ പിന്നെ ഞങ്ങളെ പേര് മറന്നു, ബഷീറാക്കല്ലേ, ബഷീറാക്കാന്റെ മോളെ മരുവള് പ്രസവ രോഗമല്ല, ആശുപത്രിയിലാന്ന് പറഞ്ഞു. അല്ലാഹു തആല സുഖപ്രസവമായി കൊടുക്കട്ടെ, ശിഫയായി സലാമത്തായി കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കട്ടെ. ചെറിയ ദുആ الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة تنجينا بها من جميع الأهوال والبليات، وتسلمنا بها من جميع الأسقام والآفات، وتطهرنا بها من جميع السيئات، وتغفر لنا بها جميع الخطيئات، وتقضي لنا بها جميع الحاجات، وترفعنا بها عندك على الدرجات، وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم يسر لنا أمورنا مع الراحة لقلوبنا وأبداننا والسلامة والعافية في ديننا ودنيانا يا رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഈ വിശുദ്ധ വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതിനെ, അല്ലാഹുവേ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതിനെ സ്വാലിഹായ മലാനെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഇവിടെ വിശുദ്ധമായ ക്ലാസ്സിൽ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വാലിഹായ മലാനെ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബിന്റെ മേലിൽ ചൊല്ലിയ സ്വലാത്തിനെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ അതിന്റെ പൂർണ്ണമായ സവാബിനെ പുണ്യനബിയുടെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. മറ്റെല്ലാ മഹാന്മാരുടെയും മഹദികളുടെയും ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹു പ്രത്യേകിച്ച് ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞവരുടെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ അതിന്റെ സവാബ് കാരണമായി അവരുടെ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഖൈറാത്തുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാ സയ്യിആത്തുകൾ നീ ഖൈറാത്താക്കി തബ്ദീൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹു വിശുദ്ധമായ വെള്ളിയാഴ്ച സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഇതിന്റെ എല്ലാം സവാബിന് നാളെ പരിചയമില്ലാത്ത പരിലോകത്ത് നന്മയുടെ ഏടുകളിൽ ഇടം പിടിക്കുന്ന അമലുകളാക്കി തീർക്കണേ അല്ലാഹ്. അല്ലാഹുവേ വിശുദ്ധമായ ഹറമുകളിൽ ചെന്നുകൊണ്ട് വിശുദ്ധമായ ഹജ്ജുംറകൾക്ക് തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെല്ലാ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ സ്വത്തിലും സന്താനങ്ങളിലും നാടുകളിലും വീടുകളിൽ നീ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. എല്ലാവിധ ബലാ മുസീബത്തുകളെ തൊട്ടും നീ കാക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന വന്യരായ ഉസ്താദുമാർ, മാതാപിതാക്കൾ എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹു അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وارحمنا ولوالدينا ولمشائخنا ولأساتذتنا ولمن أطعمنا ولمن ماتوا منا ولمن دفنوا حوالينا ولجميع أمة محمد مصطفى صلى الله عليه وسلم وقنا وإياهم شر ما قضيت برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.